യുവമോർച്ചയുടെ കൊലവിളി മുദ്രാവാക്യത്തിന് പിന്നാലെ അതിന് മറുപടിയുമായി സന്ദീപ് വാര്യർ രംഗത്തെത്തി. കൊലക്കത്തി പ്രതീക്ഷിച്ചു തന്നെയാണ് താൻ ഇരിക്കുന്നതെന്നും അസഹിഷ്ണുതയോടെ വെറുപ്പിന്റെ കൂടാരമായി മാറിയ BJPയിൽ നിന്ന് അകന്നു നടക്കാൻ തീരുമാനിച്ചത് ശരിയായിരുന്നുവെന്നും സന്ദീപ് വാര്യർ പറയുന്നു. തൻ്റെ നേരെ കൊലവിളി മുദ്രാവാക്യം വിളിക്കാൻ കാണിച്ച ആത്മാർത്ഥതയുടെ 100% ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ കേരളത്തിലെ 13 ജില്ലയിലും KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ റാലി നടക്കേണ്ടതായിരുന്നുവെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സന്ദീപ് വാര്യർ പറഞ്ഞു. സന്ദീപ് വാര്യർ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: യുവമോർച്ചയുടെ കൊലവിളി മുദ്രാവാക്യം കേട്ടു. ഒറ്റുകാരനായ എന്നെ പട്ടാപ്പകൽ പാലക്കാട് എടുത്തോളാമെന്നാണ് കൊലവിളി. ഈ BJPക്കാർക്ക് ഇതെന്തു പറ്റി? മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുമെന്ന് K. സുരേന്ദ്രൻ പറയുന്നു. പത്രമാപ്പീസുകളിൽ കയറി ശരിയാക്കി കളയുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. അസഹിഷ്ണുതയുടെ വെറുപ്പിന്റെ കൂടാരമായി മാറിയ നിങ്ങളിൽ നിന്ന് അകന്നു നടക്കാൻ തീരുമാനിച്ചത് ശരിയായിരുന്നു എന്ന് നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കൊലക്കത്തി പ്രതീക്ഷിച്ചു തന്നെയാണ് ഞാനിരിക്കുന്നത്. എനിക്ക് അശേഷം ഭയമില്ല. ഒറ്റുകാരും കൂടെ നിന്ന് ചതിക്കുന്നവരും BJP ഓഫീസിനകത്താണ് ഇരിക്കുന്നത്. അത് ഞാനല്ല. എനിക്ക് നേരെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയ യുവമോർച്ചയോടാണ് പറയാനുള്ളത്. എൻ്റെ നേരെ കൊലവിളി മുദ്രാവാക്യം വിളിക്കാൻ കാണിച്ച ആത്മാർത്ഥതയുടെ 100% ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ കേരളത്തിലെ 13 ജില്ലയിലും KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ റാലി നടക്കേണ്ടതായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ജയകൃഷ്ണൻ മാസ്റ്റർ പോലും കണ്ണൂരിൽ മാത്രം ഒതുക്കേണ്ട പേരായല്ലോ. ബാക്കിയുള്ള ജില്ലകളിൽ പാർട്ടി ആഫീസിനകത്ത് പേരിനൊരു പുഷ്പാർച്ചന. ജയകൃഷ്ണനെ വെട്ടിയെറിഞ്ഞ CPMുമായി കേരളത്തിൽ നാണമില്ലാതെ സഖ്യം ചേർന്ന BJP നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ സകല കേസുകളിൽ നിന്നും വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലയാളിയായ പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുന്ന BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ നട്ടെല്ല് നിവർത്തി എതിർക്കാൻ തൻ്റെ ഇടമുള്ള ഒരുത്തൻ പോലും നിങ്ങൾക്കിടയിൽ ഇല്ലല്ലോ. KT ജയകൃഷ്ണൻ അനുസ്മരണ റാലി പോലും CPMന്റെ തിട്ടൂരത്തിന് വഴങ്ങി കണ്ണൂരിലേക്ക് മാത്രമായി ഒതുക്കിയ K. സുരേന്ദ്രനും കൂട്ടാളികൾക്കുമെതിരെ ശബ്ദിക്കാൻ നട്ടല്ലില്ലാത്തവർ എന്നെ ഭീഷണിപ്പെടുത്താൻ വരരുത്. നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിത്തരാൻ സൗകര്യമില്ല. ഇതായിരുന്നു സന്ദീപ് വാര്യർ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം. എന്തായാലും സന്ദീപ് വാര്യർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്. BJPക്കും കമ്മ്യൂണിസ്റ്റിനും സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള രംഗപ്രവേശം അത്ര സുഖകരമായി തോന്നാത്തതിന് കാരണവും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ തുറന്നുപറച്ചിലുകൾ കാരണമാണ്. എന്തായാലും കോൺഗ്രസിൽ നല്ലൊരു ശോഭനീയമായ ഭാവി കണ്ടിട്ടാണ് സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കൂറുമാറിയത് എന്ന വിമർശനങ്ങൾ നിൽക്കുമ്പോൾ തന്നെ പൂർണ്ണമായും ഒരു രാജ്യസ്നേഹിയായ മതേതരവാദിയായ കോൺഗ്രസ്സുകാരനായി മാറാനാണ് സന്ദീപ് വാര്യർ ശ്രമിക്കുന്നത് എന്നാണ് കോൺഗ്രസ്സുകാരടക്കം വിശ്വസിക്കുന്നത്.